അച്ഛാ, ഉം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്കൂളിൽ കരിയർ ഗൈഡൻസിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഉം, ഉം. എല്ലാരും എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? ജോലി കിട്ടാൻ ഇത്ര പാടാണോ? ജോലി കിട്ടാനോ? ജോലി കിട്ടാൻ പാടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പാടൊന്നുമല്ല. പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ജോലി തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പം നമുക്കിപ്പോൾ വേണമെങ്കിൽ ജോലി ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊഫഷണലായിട്ട് ഇപ്പോൾ ഡോക്ടറായിട്ടോ, ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ അച്ഛനെ പോലെ ട്രെയിനറായിട്ടോ അങ്ങനെയൊക്കെ പ്രൊഫഷണലായിട്ടൊക്കെ മാറാം. പക്ഷെ അവിടേക്ക് ഒരു കാര്യമുള്ളത്, നമുക്ക് എന്താ ഇഷ്ടം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ ഇഷ്ടത്തിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനുള്ള പ്രൊഫഷൻ ഏതാണെന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം. എന്നിട്ട് അതിന് വേണ്ട സ്കിൽ എന്തൊക്കെയാണെന്ന് നോക്കണം. പാട്ട് പാടാനും പടം വരയ്ക്കുക അതൊക്കെയാണോ സ്കിൽസ് എന്ന് പറഞ്ഞ? പാട്ട് പാടുന്ന ഒരു സ്കില്ലാണ്, പടം വരയ്ക്കുന്ന സ്കില്ലാണ്. അത് മാത്രമല്ല, അപ്പം നമുക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അച്ഛൻ്റെ ജോലിക്കാണെങ്കിൽ എന്താ കമ്മ്യൂണിക്കേഷൻ വേണം, വേണ്ടേ? ട്രെയിനിങ് എടുക്കണമെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം, അതൊരു സ്കില്ലാണ്. ഇപ്പോൾ ഒരു മെക്കാനിക്കിനാണെങ്കിൽ അതിൻ്റെ സ്കില്ല് വേറെ അല്ലേ. അപ്പോൾ ഓരോ ജോലിക്കും അല്ലെങ്കിൽ ഓരോ പ്രൊഫഷനും വേണ്ട സ്കില്ല് കണ്ടുപിടിച്ചിട്ട് അതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനുള്ള സ്കില്ല് വേണം, അറിവും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലോട്ട് പോകാനായിട്ടോ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. പിന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യണം, അല്ലാതെ ആരും ജോലി ഇങ്ങോട്ട് കൊണ്ടു തരുമല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. തന്നെയല്ല, നമുക്ക് എവിടെയാണോ എത്താൻ ആഗ്രഹം അവിടെയുള്ള ആൾക്കാരുമായിട്ട് കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പൈലറ്റ് ആവാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ പൈലറ്റായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന ചില ആൾക്കാരില്ലേ, അവരുമായിട്ട് നമ്മൾ സംസാരിക്കണം. എന്നിട്ട് അവരോട് ചോദിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ടത് പഠിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ സ്കില്ലിനെയും അറിവിനെയും വളർത്തിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഏത് പ്രൊഫഷനിലും നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ജോലിയെക്കുറിച്ച് പേടിക്കണോ? വേണ്ട. ജോലിയൊക്കെ കിട്ടിക്കോളും. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യണം. ഓക്കെ.